ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മുടെ ഇന്ന് സൺഡേ ആണ് ഗൈസ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ സമയം ഏതാണ്ട് 7:45 കേട്ടോ ഗൈസ്. എണീക്കുമ്പോൾ വേറെ ഒന്നല്ല ഗൈസ്, ലീവായതുകൊണ്ട് കിടന്നുറങ്ങി. ചേട്ടൻ ഇതുവരെ എണീറ്റിട്ടില്ല. അങ്ങനെ പിന്നെ ചേട്ടൻ എഴുന്നേറ്റിട്ട് പിന്നെ ഇന്ന് ക്ലീനിങ് ഡേ ആയിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ മാറാല തട്ടൽ അങ്ങനത്തെ കുറച്ച് പണികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് വയ്ക്കാനായിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ മസാല ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ദോശയും മസാല ഇട്ടാ. അതിനായിട്ട് ഉരുളൻകിഴങ്ങ് അതുപോലെ തന്നെ ക്യാരറ്റ് ഇത് നല്ലതുപോലെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ചേട്ടാ അപ്പയ്ക്ക് അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് മസാലയും ദോശയായിരുന്നു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായി പൊട്ടട്ടെ. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞ സബോളയും അതുപോലെ തന്നെ പച്ചമുളകും കേട്ടോ, ഇത് രണ്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. സബോളയും അതുപോലെ തന്നെ പച്ചമുളകും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഓൾറെഡി ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളൻകിഴങ്ങിൽ അത് വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം അത് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇതിൽ എന്താ പറയുക, വേവിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും അത് നന്നായി ഉടച്ചിട്ടിട്ടാ എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളാകെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആകെ ഒരു ഞായറാഴ്ചയാണ് എന്തെങ്കിലും പലഹാരമായിട്ട് ഉണ്ടാക്കുള്ളൂ. മെയിനായിട്ട് ദോശ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ദോശയാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ മസാല ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കുക. അപ്പോൾ ഒരു ലേശം വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട്. അങ്ങനെ നമ്മുടെ മസാലയുടെ പണിയുടെ കഴിഞ്ഞിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ദോശ ചുടാം. നമുക്ക് ഒരു ദിവസത്തിനുള്ള മാവ് അരച്ച് വെച്ചാൽ തന്നെ കുറേ ദിവസം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വിരുന്ന്. അപ്പോൾ അതിന് പോകണം. അതിന് മുന്നേ വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഒന്നാമത് നമ്മൾ എണീക്കാൻ ലേറ്റായി. ഇനി ഈ ദോശ ഇത് കഴിച്ചിട്ട് വേണം, നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് പോർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കറി വെച്ചിട്ട് വേണം ഇനി നമുക്ക് പോവാനായിട്ട് കേട്ടോ. അധികം നേരം വൈകാണ്ട് തന്നെ അവിടേക്ക് എത്തണം. അപ്പം അതേ ദോശയ്ക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന നെയ്യാണ് കേട്ടോ. നെയ്യും കൂടി ആക്കിയതിന് ശേഷം മസാല അതിലേക്ക് ആക്കിയിട്ട് ഏകദേശം ദോശ ഇതായി വരുമ്പോഴേക്കും നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി ഇതേ അതിലേക്ക് ചേട്ടനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. വെറുതെ സബോള മിക്സിയിൽ അടിക്കുക. ഒരു തക്കാളിയും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. സബോളയും തക്കാളിയും മിക്സിയിൽ അടിച്ചിട്ട് ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ടിട്ട് അടിക്കുക. എന്നിട്ട് അതിലേക്ക് ലേശം പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എങ്കിൽ സബോളയ്ക്ക് അടിക്കുന്ന ടൈമിൽ മുളകും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ അതല്ലാണ്ട് നമ്മൾ വെറുതെ സബോളയും തക്കാളിയും വെറുതെ ചീഞ്ചട്ടിയിലൊന്ന് വഴറ്റിയിട്ട് അതും മിക്സിയിലിട്ടിട്ട് മുളകും പൊടി ഇട്ടിട്ട് അരച്ചാലും മതിയിട്ട് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നമുക്ക് ദോശയ്ക്ക് ഒരു ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാനായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ചമ്മന്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ദോശയും റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് TV വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നോക്കിയിരുന്ന് കഴിക്കുകയാണ്. നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് പോർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്കുള്ള പരിപാടികൾ നോക്കണം. അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ നന്നാക്കാണ്ട് ചേട്ടൻ. വേറെ ഒന്നല്ല, സബോള എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചേക്കാട്ടോ ഏകദേശം. പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സബോള പച്ചമുളക് കറിവേപ്പില. ഇനി നമ്മൾ ഉരുളിയിലാണ് വെക്കുന്നത്. ഉരുളി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പോർക്ക് ഇവിടെ ഓൾറെഡി വെന്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സബോളയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടിയും ഒരിഞ്ഞിട്ട് കൊടുക്കാം.
ഇനി നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2-4 മിനിറ്റ് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും പിന്നെ നമ്മൾ ഇതേ കണ്ട് ഇപ്പോൾ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ, അതിലേക്ക് ഒരു ലേശം പെരുംജീരകം കൂടി ചേർത്താൽ നന്നായിരിക്കും. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പം അത് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു പരിപാടി ചെയ്യുന്നുണ്ട്, വേറെ ഒന്നല്ല, ഒരു ലേശം നാളികേരം ചിരകിയത് അപ്പുറത്ത് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇടാനായിട്ടുള്ളത് തന്നെയാണ്. അപ്പം അത് ഇതേ ഒരു പുളിയുറുമ്പിൻ്റെ കളറാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ സബോളയും ഇതൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 അല്ലെങ്കിൽ 3 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും ഇതുപോലെ ഒരു 2 അല്ലെങ്കിൽ 2.5 സ്പൂണൊക്കെ. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ എല്ലാ പൊടികളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ആ സബോളയും പിന്നെ അതുപോലെ തന്നെ മസാലപ്പൊടി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക്, അതിലെ വെള്ളവും നെയ്യൊക്കെ നമ്മൾ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ലേശം വെള്ളം അതിലുണ്ട് കേട്ടോ. ആ ഗ്രേവി ഒന്ന് കുഴമ്പ് പോലെ ആയിട്ട് എല്ലായിടത്തും പിടിക്കാനൊരു ലേശം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാട്ടോ ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം ഈ ടൈമിൽ, എരിവിന് ആവശ്യത്തിന്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് നേരത്തെ നാളികേരം നമ്മളൊന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു തെരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ മൂത്ത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു തെരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഗാർണിഷിനായിട്ട് നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പോർക്കിൻ്റെ പരിപാടി എല്ലാതും ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഡ്രസ്സ് മാറിയിട്ട് പോവാനായിട്ട് ഒരുങ്ങണം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ, മിഠായി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളവിടെ എത്തിയപ്പോൾ 12 മണി തന്നെ ആയിട്ടുണ്ടായി. നമ്മളവിടെ എത്തിയപ്പോൾ അവിടെ അവളുടെ ചേട്ടൻ്റെ ഉണ്ണി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ വീടിൻ്റെ അടുത്തേക്ക്, ആ ഉണ്ണീൻ്റെ അടുത്തേക്ക് കളിക്കാൻ വന്നൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവർ ജാതി കളിയിലായിരുന്നു കേട്ടോ, രണ്ടുപേരും കൂടിയിട്ട്. കാരണം അതുകൊണ്ടില്ല. നെക്സ്റ്റ് വീഴ്ത്തി അടുത്ത അയ്യോ ജസ്റ്റ് മിസ്. മാറുന്നു മേ തീ പന്തറിയോ മാറുന്നോ. ഓ ജസ്റ്റ് മിസ്. അയ്യോ തട്ടിപ്പോയി. അയ്യോ അയ്യടാ. ഇതാണ് കേട്ടോ ഗൈസ് എൻ്റെ ഫ്രണ്ട്. അപ്പം ഞങ്ങൾ എപ്പോൾ ചെറുപ്പത്തിൽ ഒരു നഴ്സറി ആ ടൈം തൊട്ട് ഒന്നിച്ചുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ +2 ആയപ്പോൾ 10 വരെ ഒരുമിച്ച് തന്നെയായിരുന്നു. +2 ആയപ്പോൾ പിന്നെ ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവൾ ഡിഗ്രിക്കും ഞാൻ ഡിപ്ലോമയ്ക്കും പോയി അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ നല്ല കൂട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ അവിടേക്ക് വിളിച്ചതായിരുന്നു. പിന്നെ അതേ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ സിനിമ കാണാൻ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ഇരുന്നിട്ട് ഫോണിൽ ഇരുന്നിട്ട് സിനിമ കാണായിരുന്നു ആള്. പിന്നെ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡിന് ഫ്രൈഡ് റൈസ്, ചിക്കൻ, ബീഫ് അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, ഇതാണ് അവളുടെ അമ്മ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.